മുഖ്യമന്ത്രി ഉരുണ്ട് കളിക്കുന്നു എന്ന് പ്രതിപക്ഷം. റിയാസ് മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല, പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും പി വി അൻവർ. അഭിമുഖത്തിലെ പരാമർശം PR ഏജൻസി ഒപ്പിച്ച പണിയാണെന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണം പച്ചക്കള്ളമെന്ന് പി വി അൻവർ. പത്രം തെറ്റായിട്ടാണ് അഭിമുഖം പ്രസിദ്ധീകരിച്ചതെങ്കിൽ അച്ചടിച്ചു വന്ന ദിവസം തന്നെ മുഖ്യമന്ത്രിയും ഓഫീസും ഇടപെടേണ്ടതായിരുന്നില്ലേ? എന്നാൽ 32 മണിക്കൂർ കഴിഞ്ഞ് വിവാദവും പ്രതിഷേധങ്ങളും ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു നാടകം കളിച്ചതെന്ന് അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതാണ്, അതാണ് നല്ലത്. ഒരു റിയാസ് അല്ല, 100 റിയാസ് വന്ന് ന്യായീകരിച്ചാലും കേരളത്തിലെ ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ പത്രത്തിൽ വന്ന കാര്യങ്ങൾ അതിനു മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞതാണ്. വിവാദമായതിനു ശേഷം മുഖ്യമന്ത്രി കരിപ്പൂർ വിമാനത്താവളമെന്ന കോഴിക്കോട് വിമാനത്താവളമെന്നും ഉപയോഗിച്ചു തുടങ്ങി. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ദേശദ്രോഹികളുടെ താവളമാണെന്ന് രാജ്യം മുഴുവൻ അറിയാൻ വേണ്ടിയാണ് ഹിന്ദു പത്രത്തിന് ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത്. അതുവഴി RSS BJP കേന്ദ്രങ്ങളിൽ ഇത് ചർച്ചയാകണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിച്ചു. മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൻ്റെ റെക്കോർഡ് പുറത്തുവിടാൻ ദി ഹിന്ദു തയ്യാറാവണം. ഇതൊരു ശക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിനൊക്കെ ശേഷിയുള്ളവരുണ്ട്. RSS നേതൃത്വവുമായി ആലോചിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം നടന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം നാളെയാണ് റിപ്പോർട്ട് നൽകേണ്ടത്. പക്ഷേ അവർ ഇന്നലെയാണ് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ എത്തിയത്. SIT സംഘം ഇവിടെ വന്ന് മൊഴിയെടുത്ത് തരില്ലെന്ന് പറഞ്ഞു. ഈ നാടകത്തിന് നിന്നുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാകും രൂപീകരിക്കുക. CPMൽ നിന്നും ഒരു ഹിന്ദു പുറത്തു പോയാൽ അവരെ സംഖ്യയാക്കും. മുസ്ലിമാണെങ്കിൽ സുഡാപ്പിയും ജമാഅത്തെ ഇസ്ലാമിയും ആകും. ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയോ ബന്ധം ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവർക്ക് CPM ചാർത്തി കൊടുക്കുന്ന പേരുകളാണ്. അതുകൊണ്ട് മാപ്പിളയായ എനിക്ക് അവർ പേര് ചാർത്തുമെന്ന കാര്യം ഉറപ്പല്ലേ? പുതിയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പദ്ധതി തയ്യാറാക്കും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പുതിയ പാർട്ടി മത്സരിക്കുമെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ദി ഹിന്ദു. മലപ്പുറത്ത് വരുന്ന പരാമർശം PR ഏജൻസി നൽകിയത്. സ്വർണ്ണക്കടത്തിലൂടെ മലപ്പുറത്ത് എത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പ്രസ്താവനയിൽ വിശദീകരണവുമായി അഭിമുഖം പ്രസിദ്ധീകരിച്ച ദി ഹിന്ദു പത്രം മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ച കൈസൻ എന്ന PR ഏജൻസിയാണ് പ്രസ്തുത പരാമർശം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് തങ്ങളെ സമീപിച്ചതെന്ന് ഹിന്ദു വ്യക്തമാക്കി. അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അയച്ചതിൻ്റെ പിന്നാലെയാണ് വിശദീകരണം. എന്തൊക്കെ വിശദീകരണം നൽകിയാലും വിവാദം ആളിക്കത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ PR പ്രതിനിധി മുൻ SFI നേതാവ് മുൻ MLA TK ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യൻ. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിലെ PR പ്രതിനിധി TD സുബ്രഹ്മണ്യൻ മുൻ SFI നേതാവും CPI നേതാവ് TK ദേവകുമാർ MLAയുടെ മകനും ദേശീയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിൻ്റെ സംഘാംഗവുമായിരുന്നു സുബ്രഹ്മണ്യൻ. വിവിധ ദേശീയ പാർട്ടികൾക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിലെ LDFിലെ ഒരു പ്രധാന ഘടകകക്ഷിയായ രാഷ്ട്രീയപരമായ റീബ്രാൻഡ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അതും സുബ്രഹ്മണ്യനാണ്. തുടർന്ന് പ്രശാന്ത് കിഷോറിൻ്റെ ഉടമസ്ഥതയിലുള്ള തെരഞ്ഞെടുപ്പ് നയതന്ത്ര സ്ഥാപനമായ ഐഹാക്കിൻ്റെ സ്ട്രാറ്റജി റിസർച്ച് ടീം മേധാവിയായും പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന സംഘത്തിലും പ്രവർത്തിച്ചു. സുബ്രഹ്മണ്യൻ 2019 കെജ്രിവാളിൻ്റെ കൂടെയും ഒപ്പം പ്രവർത്തിച്ചു. ബംഗാളിൽ മമതാ ബാനർജിക്കും തെലങ്കാനയിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ സംഘത്തിലും തമിഴ്നാട്ടിൽ DMKയ്ക്ക് വേണ്ടിയും ഗോവ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയും മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട്.
പ്രശാന്ത് കിഷോർ പാർട്ടി രൂപീകരിച്ചപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങളിലും സുബ്രഹ്മണ്യൻ പങ്കാളിയായി. കൈസൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനീത് ഹണ്ടയും സുബ്രഹ്മണ്യനും സുഹൃത്തുക്കളാണ്. കൈസൻ വൈസ് പ്രസിഡന്റ് നിഖിൽ പവിത്രൻ മാഹി സ്വദേശിയാണ്. പ്രശാന്ത് കിഷോർ കോൺഗ്രസിന് വേണ്ടി പുനരുജ്ജീവിപ്പിക്കാനുള്ള പാക്കേജ് തയ്യാറാക്കിയ വേളയിൽ സുബ്രഹ്മണ്യൻ ഐഹാക് സംഘത്തിലായിരുന്നു. പ്രശാന്ത് കിഷോർ പാർട്ടി രൂപീകരിച്ചപ്പോൾ ഐഷാക് വിട്ട് റിലയൻസ് കമ്മ്യൂണിക്കേഷനിലാണ് പോയിരിക്കുന്നത്. ഒരു പാർട്ടിയോടും പ്രതിബദ്ധതയില്ല. അൻവറിനെ പിന്തുണയ്ക്കുന്നതിന് കാര്യം ആലോചിച്ചിട്ടില്ല. പിന്നീട് എല്ലാം വെളിപ്പെടുത്തും. KT ജലീൽ. PV അൻവറിനെ പിന്തുണയ്ക്കുന്ന കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്നും CPM സഹയാത്രികനായി തുടരുമെന്നും KT ജലീൽ MLA പാർലമെന്റിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് താൻ വ്യക്തമാക്കിയതാണെന്നും അതുകൊണ്ട് എനിക്കിനി ഒരു പാർട്ടിയോട് പ്രതിബദ്ധതയുടെ ആവശ്യമില്ലെന്ന് ജലീൽ പറഞ്ഞു. കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും വ്യക്തമാക്കി. പാർലമെന്റ് ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് KT ജലീൽ MLA പറഞ്ഞു. പാർലമെന്ററി പ്രവർത്തനം ഇല്ലാതെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടരും. 20 വർഷത്തിനിടെ 5 വർഷം മന്ത്രിയായി. CPMനോട് തീരാത്ത കടപ്പാടാണ് ഉള്ളത്. കേരളത്തിലെ മൊത്തം പോലീസ് സംവിധാനത്തിൽ പ്രശ്നമുണ്ടെന്ന് ഞാനും അൻവറും പറഞ്ഞിട്ടില്ലെന്നും KT ജലീൽ വളാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. PV അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന വാർത്ത പുറത്തു നിന്ന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹവുമായുള്ള സൗഹൃദം നിലനിർത്തും, എന്നാൽ പാർട്ടി ഉണ്ടാക്കുന്നതിനെ എതിർക്കും. താൻ CPMന്റെ സഹയാത്രികനായി തുടരും, പൊതുപ്രവർത്തനം തുടരും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംഘി ചാപ്പ കുത്തുന്ന രീതിയോട് അംഗീകരിക്കാനാവില്ല. ഇടതുപക്ഷത്തെ BJP അനുകൂലികളാക്കാനാണ് ശ്രമം. അങ്ങനെ ചെയ്താൽ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ ദുർബലമാക്കും. പാർട്ടിയോടോ മുന്നണിയോടോ നന്ദികേട് കാണിക്കില്ല. വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയെയോ പാർട്ടിയെയോ തള്ളിപ്പറയില്ല. അങ്ങനെ വന്നാൽ ഒരു വിഭാഗം സംശയത്തിന്റെ നിഴലിൽ നിർത്തപ്പെടും. അത് വലിയ വർഗീയ ദുർവീകരണത്തിന് സാധ്യത ഉണ്ടാക്കുമെന്നും അങ്ങനെ ഒരു പാതകം ഞാൻ ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലഡു വിവാദത്തിന് പുറമെ പവൻ കല്യാൺ തിരുപ്പതി സന്ദർശനം സനാതനധർമ്മം സംരക്ഷിക്കാനെന്ന്. ലഡു വിവാദത്തിനിടെ കാൽനടയായി തിരുപ്പതി ക്ഷേത്രത്തിലെത്തിയ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ബുധനാഴ്ചയാണ് 11 ദിവസവുമായി തുടരുന്ന തപസ് പൂർത്തിയാക്കിയാണ് പവൻ കല്യാൺ തിരുപ്പതി ക്ഷേത്രത്തിലെത്തിയത്. സനാതനധർമ്മം സംരക്ഷിക്കുന്നതിനാണ് താൻ 3 മണിക്കൂർ നടന്ന് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് എത്തിയതെന്ന് പവൻ കല്യാൺ പറഞ്ഞു. ഇത് ഒരു പ്രസാദത്തിൻ്റെ മാത്രം പ്രശ്നമല്ലെന്നും അത് ട്രിഗറിന് പെയിൻ്റായി മാറിയിരിക്കുകയെന്നും പവൻ കല്യാൺ പറഞ്ഞു. തപസ് സനാതനധർമ്മം സംരക്ഷിക്കുന്നതിനുള്ള വേദിയാണ്. YSR കോൺഗ്രസിൻ്റെ പഴയ സർക്കാർ ക്ഷേത്രത്തെ നിരവധി തവണ അശുദ്ധമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു സ്ഥിരം സംവിധാനം ആവശ്യമാണെന്നും നടനും ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ പറഞ്ഞു. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തിരുമല തിരുപ്പതി ലഡുവിൽ നിലവാരമില്ലാത്ത നെയ്യും മൃഗങ്ങളുടെ കൊഴുപ്പും ചേർത്തെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ആദ്യം വെളിപ്പെടുത്തിയത്. ജഗന്റെ പാർട്ടിയായ YSR കോൺഗ്രസ് ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ജഗൻമോഹൻ പറയുന്നതെന്നും പവൻ കല്യാൺ പറഞ്ഞു.